السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا وأنزلا ساكنة علينا وثبت الأقدام إلا لاقينا. ആദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ നിന്ന് ഇത് ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ദീനി സ്നേഹികളെ, ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബിൻ്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകൾ സന്നിഹിതരായിട്ടുള്ള ഈ മഹത്തായ ഇൽമിൻ്റെ മജ്ലിസിലുള്ള നമ്മുടെ ഒത്തുകൂടലിനെ നാളെ റബ്ബിൻ്റെ സ്വർഗത്തിലേക്കുള്ളൊരു സൽക്രമമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിലും ഒരുപക്ഷെ ഈ പരിസരത്തെ വീടുകളിലുമൊക്കെ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരുണ്ടാകും. അള്ളാഹു അവർക്ക് ശിഫ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമതകളിൽ നിന്നും അള്ളാഹു നമ്മയും അവരെയും കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രത്യേകം രോഗത്താലും സാമ്പത്തിക പ്രയാസങ്ങളാലും വിവാഹിതരാകാത്ത മക്കളെ ചൊല്ലിയുള്ള ആശങ്കയിലുമൊക്കെ പലരും ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീനി സ്നേഹികളെ, നാട്ടുകാരെ, വല്ലാത്ത പ്രശ്നസങ്കീർണത നിറഞ്ഞ ഒരു കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിലും നമ്മുടെ നാടിന് പുറത്തുമൊക്കെ, രാജ്യത്തായാലും രാജ്യത്തിന് പുറത്തായാലും പല രീതിയിൽ മനുഷ്യർ അസ്വസ്ഥരാകുന്നു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. യുദ്ധമായും കലഹമായും ദുഃഖമായും ദാരിദ്ര്യമായും കയ്യേറ്റമായും അധിനിവേശങ്ങളായും പീഡനങ്ങളായും ദാരിദ്ര്യത്തിൻ്റെ, ജാതീയതയുടെ, വംശഹത്യതയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ലൈംഗിക ആവാസങ്ങളുടെ, മറ്റു മാറാവ്യാധികളുടെ, അങ്ങനെ പലായനങ്ങളുടെയും പീഡനങ്ങളുടെയും ഒക്കെ വ്യത്യസ്തമായ കഥകൾ ദിവസേന നമ്മുടെ പത്രങ്ങളിൽ വായിക്കുകയും മനസ്സ് അതിൽ വല്ലാതെ ഉടക്കി നിൽക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹു സമാധാനം നൽകി ലോകത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയാണ് നമ്മൾ അന്വേഷിക്കുന്ന ചില സംഗതികൾ. ലോകത്ത് ഞാനും നിങ്ങളുമാകുന്ന മനുഷ്യരധികവും അന്വേഷിക്കുന്നത് സമാധാനമാണ്, സമാധാനത്തിൻ്റെ വഴികളാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അല്പസമയമെങ്കിലും സ്വസ്ഥത നിറഞ്ഞൊരു ജീവിതത്തെ പറ്റി ആലോചിക്കാത്തവരില്ല എന്ന് തന്നെ വേണം തുറന്നു പറയാൻ. നമ്മൾ ചെയ്യുന്ന ജോലിയിലായാലും താമസിക്കുന്ന വീട്ടിലായാലും കൂടെ സഹവസിക്കുന്ന ഇണയിലായാലും കൺകുളിർമയുള്ള മക്കളിലായാലും എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്ന കുടുംബത്തിന് വേണ്ടിയായാലും, ഇപ്പോ രാഷ്ട്രീയത്തിന്റെ ലഹരിമൂത്ത ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ്. അവിടെ വരെ മനുഷ്യരന്വേഷിക്കുന്നത് സമാധാനത്തിന്റെ വഴികളാണ്. എന്നാൽ ഇവിടെ ചെറിയൊരു പാളിച്ച ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് സംഭവിച്ചുപോയി. വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഈ വിഷയത്തെ കാണുമ്പോൾ ഒരായത്തിന്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 7-ാമത്തെ വാചകം. മനുഷ്യരൊക്കെ സമാധാനത്തിന്റെ വഴികളായി ലോകത്ത് കാണുന്നത് ദുനിയാവിനെ തന്നെയാണ്. നോക്കണേ നിങ്ങള്, ദുനിയാവിൽ നവജീവന കലകളായി, ആൾദൈവങ്ങളായി, മെഡിറ്റേഷൻ ക്യാമ്പുകളായി, അതുപോലെ മറ്റ് ബിദ്അത്തിന്റെ ശിർക്കിന്റെ കേന്ദ്രങ്ങളായി സിനിമയും സംഗീതവും മദ്യവും വ്യഭിചാരവും കളികളും അഫയറുകളും തോന്നിവാസങ്ങളുമായി മനുഷ്യര് സമാധാനത്തിന്റെ ലോകത്തെ അന്വേഷിക്കുകയാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് കടന്നു പോകുമ്പോൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ അല്ലാഹു പറഞ്ഞത് മനുഷ്യരധികവും സമാധാനത്തിന്റെ വഴികളായി കാണുന്നത് ദുനിയാവിന്റെ ഈ ലോകത്തെ പറ്റി, അല്ലെങ്കിൽ ഈ ലോകത്തെ താൽക്കാലികമായ വിഭവങ്ങളെ പറ്റിയുള്ള ചിന്തയിൽ മാത്രം അധിഷ്ഠിതമായത്. എന്റെ വരിയല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് ലോകത്തെ ഓതി കേൾപ്പിക്കുകയാ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വറദൂ ബിൽ ഹയാത്തിദ് ദുനിയാ വതുമഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അല്ലാഹു പറയാ, നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുന്നവരും ദുനിയാവിലെ ജീവിതം കൊണ്ടങ്ങ് സമാധാനമടയുകയും ദുനിയാവിലെ ജീവിതത്തിൽ തൃപ്തിപ്പെടുകയും അതിൽ സമാധാനമടയുകയും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി അശ്രദ്ധരായി കഴിയുന്നവരുമാരോ. അടിസ്ഥാനപരമായി പടച്ച റബ്ബ് മനുഷ്യന്റെ ദുനിയാവിന്റെ ജീവിതത്തെ പറ്റി പഠിപ്പിക്കുകയാ.
മനുഷ്യന്റെ ദുനിയാവിലെ സമാധാനത്തിന്റെ വഴികളെ പറ്റി പഠിപ്പിക്കുകയാ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് മറന്നുപോയി ഒന്നാമതായി മനുഷ്യർ അവിടെ നിന്ന് സമാധാനക്കേടിന്റെ മാർഗങ്ങൾ അങ്ങോട്ട് തുറന്നു വരികയാ. രണ്ടാമത്തത് ഈ ദുനിയാവിന് അവരങ്ങ് തൃപ്തിപ്പെട്ടു പോയി സമാധാനക്കേടിന്റെ വഴികൾ അവിടെ തുറക്കുകയാണ് വീണ്ടും. ഈ ദുനിയാവിന് അവരങ്ങ് തൃപ്തിപ്പെട്ടു പോയി എന്നത് മാത്രല്ല, അതിലവരങ്ങ് സമാധാനമടയുകയും ചെയ്തു. ഇണകളിൽ, മക്കളിൽ, കുടുംബങ്ങളിൽ, കൂട്ടങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, ജീവിതത്തിന്റെ മേഖലകളിൽ മരണത്തോടുകൂടി തീർന്നു പോകുന്ന ഒരു ലോകത്തെ അവരങ്ങ് സമാധാനത്തിന്റെ മേഖലകളാക്കി മാറ്റിവെച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് റബ്ബ് പറയാ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പറ്റി അവർ ഗഫലത്തിലാണ്, അവരശ്രദ്ധയിലാണ്. ആയത്തുകളെ പറ്റി അവർ അശ്രദ്ധയിലാണ്. അതിന്റെ വ്യാഖ്യാനമായ ലോകത്തിന്റെ നേതാവ് മുത്തൊളിമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ആ ഓരോ ഏടുകളും മനുഷ്യന്റെ മുന്നിൽ വിവരിക്കപ്പെടുമ്പോഴും അവരതിനെപ്പറ്റി അശ്രദ്ധയിലാ. സമാധാനത്തിന്റെ വഴികളെപ്പറ്റി മനുഷ്യര് പലപ്പോഴും അശ്രദ്ധയിലാണ്. നോക്കണേ, ഞങ്ങള് മദ്യത്തിലും മറ്റ് ലഹരികളിലും സമാധാനം കണ്ടെത്തുന്നവർ പരസ്യമായ അവിഹിത ബന്ധങ്ങളും വ്യഭിചാരവും സാർവത്രികമാണ്. മുമ്പ് നമ്മൾ ഒരിക്കൽ വന്നപ്പോൾ വിശദീകരിച്ചല്ലോ, അധാർമികതയുടെ ലോകത്തുകൂടി കടന്നു പോകുന്ന ആധുനിക ജനത, അയൽവാസിയോടൊപ്പം ഒളിച്ചോടിപ്പോയ കുടുംബിനികളെ പറ്റി, 2 മക്കളുടെ അമ്മയാ, 3 മക്കളുടെ ഉമ്മയാ, സ്വന്തം ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളോടൊപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോ പിടിക്കപ്പെട്ടുപോയ സഹോദരിമാര്, സ്വന്തം ഇണയുടെ കുടുംബത്തോട്, സ്വന്തം ഇണയുടെ അനുജത്തിമാരോട്, ജ്യേഷ്ഠത്തിമാരോട്, കൂട്ടുകുടുംബങ്ങളിലെ പെൺമക്കളോട് മോശമായി പെരുമാറിയതിന്റെ പേരിൽ ജയിലറകളിൽ അടക്കപ്പെടാൻ വിധിക്കപ്പെട്ടുപോയ ഭർത്താക്കന്മാരായ സഹോദരങ്ങൾ. നോക്കണേ നിങ്ങള്, അനിസ്ലാമികതകളുടെ വൃത്തികേടുകളുടെ ഒരു ലോകം മനുഷ്യന്റെ മുന്നിൽ അങ്ങ് തുറക്കപ്പെടുകയാണ്. ഓരോരോ നിമിഷങ്ങളും അത് വർദ്ധിച്ചു വരുന്നു, കുറയുന്നില്ല. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അസ്വസ്ഥത വ്യാപിക്കുന്നു എന്നർത്ഥം. ചിലത് കുടുംബ മേഖലയിലാണെങ്കിൽ, ചിലത് കച്ചവടത്തിന്റെ ലോകത്താണ്, കൃഷിയുടെ ലോകത്താണ്, രാഷ്ട്രീയത്തിന്റെ ലോകത്താണ്. ഈ ഒരു സാഹചര്യത്തെ മുന്നിൽ വെച്ചിട്ട് പറയുമ്പോൾ ഇവിടെ ഇരിക്കണ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവും. അവനവന്റെ രാഷ്ട്രീയം മുസ്ലിം ആണെങ്കിൽ ഒരിക്കലും ആരാന്റെ അടിവയറ്റിൽ പിച്ചാത്തി കയറ്റാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയമാകരുത്. അങ്ങനെയാണോ? എങ്കിലത് ഹറാമാണ്. ആരാന്റെ അടിവയറ്റിൽ പിച്ചാത്തി കയറ്റാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയമായാലും മതമായാലും അത് ഇസ്ലാമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നതിന് വിരുദ്ധാണത്. മാനവികതയും മനുഷ്യത്വവും സമാധാനത്തിന്റെ വഴികളുമൊക്കെ ഇസ്ലാം തുറന്നിരുന്നതാണ്. അതിന് വിരുദ്ധമായ രാഷ്ട്രീയം, അതിന് വിരുദ്ധമായ സംഘടനാ രൂപം, അതിന് വിരുദ്ധമായ അയൽപ്പക്ക ബന്ധം, അതിന് വിരുദ്ധമായ കുടുംബ സംവിധാനങ്ങൾ, അതിന് വിരുദ്ധമായ ക്ലബ്ബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് സംസ്കാരങ്ങൾ, അത് ഇസ്ലാമിന് അന്യ, മുസ്ലിമീങ്ങൾക്ക് അന്യമാണ്. അതുകൊണ്ട് സമാധാനത്തിന്റെ ആളുകളായി ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ നമുക്കാകണം. പ്രത്യേകിച്ച് സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. ഒക്കെ ഞങ്ങള് സമാധാനക്കേടിന്റെ വഴികൾ ഞാൻ പറഞ്ഞല്ലോ. സ്വത്തുണ്ടാക്കലും, വീട് വെക്കലും, മക്കളെ കെട്ടിക്കലും, ബിസിനസ്സും, കല്യാണങ്ങളും, വിരുന്നും, ഷോപ്പിങ്ങും, ദുരഭിമാനം പറയലുമൊക്കെയാണ് ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു പോയ, അതിലങ്ങ് സംതൃപ്തി അടഞ്ഞുപോയ, അതിന്റെ പേരിൽ അള്ളാഹുവിനെയും അവന്റെ താക്കീതുകളെയും മറന്നുപോയ, അത് ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു പോയ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അങ്ങോട്ട് വിസ്മരിച്ചു പോയ ഒരു തലമുറയിൽ എങ്ങനെയാണോ സമാധാനം കടന്നു വരിക? ശരിക്കും ജീവിതത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തിനാ ജീവിക്കണമെന്ന് പോലും ആളുകൾ അറിയാതായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ 1-2 നൂറ്റാണ്ട് പുറകിലേക്ക് ക്ഷണിക്കാം. ഒരു കാലഘട്ടത്തിൽ ഇവിടെ വല്ലാത്ത നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ, ചില ശാസ്ത്രീയ കണ്ടെത്തലുകളുടെ പിൻബലത്തിലൊക്കെ ആളുകൾ വല്ലാതെ മേനി പറഞ്ഞു. നമ്മൾ നീഷയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. 1 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചു പോയ ഒരാൾ, അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിലെ തുടക്കത്തിലൊക്കെ ജീവിച്ചു മരിച്ചു പോയ ഒരാൾ.
അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, എവിടെ ഒരു വടി തരൂ, ദൈവത്തെ ഞാനൊന്ന് കാണട്ടെ. എന്തിനാണെന്നറിയോ? ദൈവത്തെ തല്ലാൻ. അഹങ്കാരം മൂത്തിട്ട് പറഞ്ഞു പോയത്. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ ചിന്തയിലേത് വന്നു. എന്നിട്ട് അവസാനം ആ നിരീശ്വരവാദ, യുക്തിവാദ, അടിസ്ഥാനമില്ലാത്ത ചിന്തകൾ മനുഷ്യന്റെ മനസ്സുകളെ പ്രയാസപ്പെടുത്തി തുടങ്ങി, അസ്വസ്ഥമാക്കി തുടങ്ങി എന്ന് മനസ്സിലായി. അപ്പൊ മനസ്സിലായപ്പോ അവസാനം ആളുകൾ തിരിച്ചു വന്നു തുടങ്ങി. എന്തിലേക്ക്? ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ, അള്ളാഹുവിൽ നിന്ന് അകന്നുപോയവർ, സൃഷ്ടാവിൽ നിന്ന് അകന്നുപോയവർ. അങ്ങനെ ഒരു ഈശ്വരനില്ലടോ, അങ്ങനെ ഒരു പരലോകമില്ലടോ, ഒരു ഖബർ ജീവിതമില്ലടോ, മരണാനന്തരം ഒരു ലോകമില്ലടോ, അതൊക്കെ വെറും പൗരോഹിത്യത്തിന്റെ വാദങ്ങളാണ് എന്ന് പറഞ്ഞുപോയ ആളുകളുടെ പിന്മുറക്കാര് പിന്നീട് തിരിച്ചു വരാൻ തുടങ്ങി. ഇതൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വരാൻ തുടങ്ങി. പക്ഷേ സമാധാനമില്ലാതെ, സമാധാനക്കേടിന്റെ കാരണം ഈശ്വര വിശ്വാസമാണ്, പരലോക വിശ്വാസമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അതിൽ നിന്ന് തിരിച്ചു പോയവർ വീണ്ടും അതിലേക്ക് തന്നെ മടങ്ങി വരാൻ തുടങ്ങി. പക്ഷേ ദൈവനിരാസത്തിന്റെ പാശ്ചാത്യൻ ചിന്തയിൽ നിന്ന് തിരിച്ചു വന്ന അവരെ വഴിയിൽ കാത്തുനിന്നത് ആൾ ദൈവങ്ങളാണ്, മധ്യവർത്തികളാണ്, പുരോഹിതന്മാരാണ്, ഇടയാളന്മാരാണ്. അവരോട് വന്ന ആളുകളോട് ഇവർ പറയാൻ തുടങ്ങി, നിങ്ങൾ പാപികളാണ്, നിങ്ങൾ ദോഷികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് നേർക്ക് നേരെ ദൈവത്തിലേക്ക് എത്താൻ പറ്റൂല, ഞങ്ങളിലൂടെയല്ലാതെ. എല്ലാ മതത്തിലുണ്ട് ഈ വാദം, എല്ലാ മതക്കാർക്കിടയിലുണ്ട് ഈ വാദം. പുരോഹിതന്മാര്, ആൾദൈവങ്ങള്, അതുപോലുള്ള കുറെ ആളുകളൊക്കെ നടുവിൽ വന്നു. മനുഷ്യന്റെയും ദൈവത്തിന്റെയും അള്ളാഹുവിന്റെയും അവന്റെ അടിമയുടെയും ഇടയിൽ. എന്തിനെന്നറിയോ? എന്നിലൂടെ ദൈവത്തിലേക്ക്. ഉമ്മത്ത് മുസ്ലിമയിലും അത്തരം ഒരു അബദ്ധവാദം കടന്നു വന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ആർക്കും പ്രയാസം തോന്നരുത്. മഹാന്മാരിലൂടെ അള്ളാഹുവിലേക്കെന്ന വാദമെന്ന് കടന്നു വന്നു. നോക്കണങ്ങൾ, ലോകത്ത് അധികം ആളുകളും ദൈവവിശ്വാസികളാ, പടച്ചിറപ്പിൽ വിശ്വാസമുള്ളവരാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞെന്തറിയോ? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ്. ലോകത്തധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പടച്ചിറപ്പ് പറഞ്ഞു പോവുകയാ. എങ്ങനെയാണ് ലോകത്ത് മനുഷ്യർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതെന്നറിയുമോ? ഇല്ലാ വഹും മുശ്രികൂൻ. അവനിൽ പങ്കാളികളെ വെച്ചുകൊണ്ടല്ലാതെയല്ല, ആ ദൈവത്തിലേക്ക് പങ്കു ചേർത്തുകൊണ്ടല്ലാതെയല്ല, അള്ളാഹുവിനോടൊപ്പം തന്നെ അവന് സമർപ്പിക്കേണ്ടത് അവന്റെ അടിയാറുകളിൽ ചിലർക്ക് സമർപ്പിച്ചുകൊണ്ടല്ലാതെയല്ല. ഇല്ലാ വഹും മുശ്രികൂൻ. ലോകത്തെ മനുഷ്യരിൽ പലരുടെയും പ്രാർത്ഥന, ആഗ്രഹങ്ങൾ, ഇല്ലായ്മയും വല്ലായ്മകളും ഒരിക്കലും അല്ലാഹുവിങ്കൽ ദൈവത്തിങ്കൽ എത്തുന്നേയില്ല. അതൊക്കെ ബീവിമാരിൽ, തങ്ങന്മാരിൽ, സിദ്ധന്മാരിൽ, ആൾദൈവങ്ങളിൽ, കൾട്ടുകളിൽ, ശ്രീമാരിൽ, അതുപോലെ തന്നെ മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന മതത്തിന്റെ പരിവേഷമണിഞ്ഞ പുരോഹിതന്മാരിൽ അങ്ങ് ചെന്ന് നിൽക്കുന്നു. അള്ളാഹുവിലേക്ക് അത്തരം പ്രാർത്ഥനകൾ കടന്നു പോകുന്നില്ല, ആഗ്രഹങ്ങൾ കടന്നു പോകുന്നില്ല. നിറവേറപ്പെടേണ്ട ഒരുപാട് ആഗ്രഹങ്ങളില്ലേ? പടച്ചിറപ്പിന്റെ മുന്നിലേക്ക് കൈനീട്ടേണ്ടതിന് പകരം പടച്ചിറപ്പിന്റെ അടിയാറുകൾ അള്ളാഹുവിലേക്ക് കൈനീട്ടിയിട്ട് വിലായത്തിന്റെ പട്ടികയിലേക്ക് കയറിപ്പോയവർ, അമ്പിയാക്കളായി പോയവർ, ആര് ഏതൊരു റബ്ബിന്റെ മുന്നിലാണോ കരം നീട്ടിപ്പോയത് അവരുടെ മാർഗത്തിൽ നിന്നങ്ങോട്ട് മാറിപ്പോയിട്ട് അവരോട് തന്നെ നേർക്ക് നേരെ കരം നീട്ടിപ്പോകുന്ന, മനസ്സ് പങ്കുവെച്ചു പോകുന്ന, ഹൃദയത്തിലുള്ള വികാരങ്ങൾ സമർപ്പിച്ചു പോകുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാ. അപ്പോഴും സമാധാനം ബാക്കി നിൽക്കുന്നു. അള്ളാഹുവിനെ വിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മനുഷ്യരെ ചുരുങ്ങിപ്പോയി. അപ്പോഴും മനുഷ്യന്റെ പ്രതിസന്ധി ഇവിടെ ബാക്കി നിൽക്കുകയാണ്. എന്താ വേണ്ടത്? സമാധാനമാണ്. എന്താ വേണ്ടത്? സ്വസ്ഥതയാണ്. എന്താ വേണ്ടത്? ആശ്വാസമാണ്. എന്താ വേണ്ടത്? സുഖസമ്പൂർണമായ ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ്. പക്ഷേ സ്വത്തുണ്ടായിട്ടും അങ്ങനെ ആവണില്ല. ചില ആളുകൾ വിചാരിച്ചു സ്വത്തുണ്ടാക്കിയ സമാധാനം ഉണ്ടാവും.
സ്വത്തുണ്ടാക്കി വെക്കുമ്പോഴോ ഉള്ള സമാധാനം കൂടി പോയി. ചില ആളുകൾ വിചാരിച്ച് കുടുംബ സംവിധാനത്തിലൂടെ അത് ഉണ്ടാക്കിയെടുക്കാം. ചിലത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുടുംബ സംവിധാനം ഇസ്ലാം പഠിപ്പിച്ചതുപോലെ അല്ലാത്തതിനുള്ള സമാധാനം അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി. ചില ആളുകൾ മനസ്സിലാക്കിയത് സമാധാനത്തിന്റെ വഴികൾ സംഘടനയും രാഷ്ട്രീയവും അതേപോലുള്ള സംവിധാനങ്ങളും ഒക്കെയാണെന്നാണ്. പക്ഷെ അതിലൂടെയും ഒരുത്തന് സമാധാനം ഉണ്ടായാൽ ഈ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് മറ്റുള്ളവനൊക്കെ ഉണ്ടാകുന്നത് അസമാധാനക്കേടാണ്. ചുരുക്കത്തിൽ പടച്ച റബ്ബിൽ നിന്ന് കിട്ടേണ്ടുന്ന സംവിധാനം എപ്പോഴും ഇവിടെ ബാക്കി നിൽക്കുകയാണ്. അസ്വസ്ഥത ബാക്കിയാകുന്നു, സമാധാനക്കേട് തുടരുന്നു, ചൂഷണവിടെ വർദ്ധിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണെന്നറിയോ? ഇസ്ലാം പഠിപ്പിക്കുന്ന മാർഗം എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സിന് സമാധാനമുണ്ടാകാനുള്ള വഴി എന്താണെന്നറിയോ? മനുഷ്യന്റെ മനസ്സിന് സാന്ത്വനം, ആശ്വാസം, സുഖസുന്ദരമായ ഒരു അവസ്ഥാവിശേഷം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന്റെ അനിവാര്യത മനുഷ്യരാഗ്രഹിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് വിശദീകരിച്ചു തരികയാ. 13-ാമത്തെ അധ്യായം സൂറത്ത് റഅദിന്റെ 28-ാമത്തെ വാചകത്തിലൂടെ കാണാ, الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാ. അതായത് വിശ്വസിക്കുകയും അല്ലാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ അറിയണേ, അറിയണേ, ശ്രദ്ധിക്കണേ, ഗൗരവത്തോടുകൂടി വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. അലാ ബിദിക്രില്ലാഹ് തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുന്നതെന്ന് പടച്ച റബ്ബിന്റെ ഖുർആൻ അങ്ങ് ഓതിയിട്ട് ലോകത്തെ ഏറ്റവും അധികം സമാധാനത്തിന്റെ വക്താവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധമായ ശറഫാക്കപ്പെട്ട തിരുനാവ് കൊണ്ട് ലോകത്തെ അങ്ങ് പഠിപ്പിക്കുകയാ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെ സമാധാനം. എന്താ പഠിപ്പിച്ചത്? വിശ്വസിക്കുകയും അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് സമാധാനമടയുകയും ചെയ്തവർ. എന്നിട്ട് പറയാണ്, വിശ്വസിക്കുകയും അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നവർ. ഈ രണ്ട് മാർഗമാണ് സമാധാനത്തിന്റെ വഴിയായി ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ ഈ ആയത്തെന്ന് മാത്രം പറയണേ, വിശാലമായ ലോകത്തേക്ക് കടന്നു നമുക്ക് സമയമില്ല. നല്ല ശ്രദ്ധിക്കണം. എന്നിട്ട് പഠിച്ചവൻ ഒന്നും കൂടി ഉറപ്പിച്ചു പറയാ, നിങ്ങൾക്ക് സമാധാനം വേണോ? അല്ല, ശ്രദ്ധിക്കണേ. ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളുടെ മനസ്സുകൾക്ക് അടക്കമുണ്ടാകുന്നത് റബ്ബിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടാ, ഇണയെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല, ഭർത്താവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല, മക്കളെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല. മഗ്രിബ് പോലും നമസ്കരിക്കാതെ ഏതൊരു കുടുംബത്തിന്റെ പച്ചപ്പിന് വേണ്ടിയാണോ ഇപ്പോഴും കടയിൽ ജോലി ചെയ്യുന്നത്, ആ ജോലിയെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടല്ല. എന്ന് പാതിരാത്രിക്ക് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അവനവന്റെ കയ്യിൽ മിഠായിപ്പൊതി, ചോക്ലേറ്റിന്റെ പൊതി, ലഡുവിന്റെ പൊതി, ഏതെങ്കിലും മധുര പലഹാരങ്ങളുടെ പൊതി അവനവന്റെ മക്കളുടെ കയ്യിലേക്ക് നൽകുമ്പോ ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയില്ലേ, അതിലല്ല സമാധാനമെന്ന് പടച്ച റബ്ബ് പഠിപ്പിച്ചു പോവുകയാ. അള്ളാഹു പഠിപ്പിച്ചു പോണ സമാധാനത്തിന്റെ വഴി എന്തറിയോ? ബിദിക്രില്ലാഹ്. പടച്ച റബ്ബിനെ ഓർക്കുന്നിടത്ത് മാത്രമാണ് സമാധാനമുള്ളത്. അള്ളാഹുവിനെ ഓർക്കുന്നിടത്ത് മാത്രം സമാധാനം. നോക്കണേ, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള ഏക വഴി എന്താ? അള്ളാഹുവിനെ ഓർക്കുക എന്നതാണ്. പടച്ചോനെ ഓർത്ത് ജീവിക്കുക എന്നത്. ശരിക്കും നിങ്ങൾക്കും എനിക്കും മനസ്സിലായൊരു സംഗതിയാണത്. ഇപ്പൊ ഒരു ഭാര്യയും ഭർത്താവും ഉദാഹരണം പറഞ്ഞാൽ ആർക്കും പ്രയാസം തോന്നരുത്. നല്ല സ്നേഹമായിരിക്കും ചിലപ്പോഴൊക്കെ, അല്ലേ? ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ചില സമയങ്ങളിൽ ആ സ്നേഹത്തിനിടയിൽ ഏതെങ്കിലും ഒരു പരാതി, ആ പരാതി ചിലപ്പോൾ സ്നേഹത്തെ 1-2 ദിവസങ്ങളിലേക്ക് പിണക്കത്തിന്റെ രീതിയിലേക്ക് അതങ്ങോട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നത് കാണാം.
അപ്പൊ ശരിക്ക് വീട് അവിടെ ഇരിക്കുന്ന ഭാര്യ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മനസ്സിലെന്താ വരിക? സമാധാനമില്ല. ചിലപ്പോൾ സമാധാനമില്ല നമ്മൾ പറയാം. ഭാര്യയെ പറ്റി ഓർത്ത സമാധാനമില്ല, മക്കളെ പറ്റി ഓർത്ത സമാധാനമില്ല, പോരനെ പറ്റി ഓർത്ത സമാധാനമില്ല, കച്ചവടത്തെ പറ്റി ഓർത്ത സമാധാനമില്ല, രാഷ്ട്രീയത്തെ പറ്റി ഓർത്ത സമാധാനമില്ല. ഇലക്ഷൻ തീരുമ്പോൾ വാർഡിലാരെ ജയിച്ചു എന്നാണ് ചിലർക്ക് സമാധാനം ഉണ്ടാകാതിരിക്കുന്ന കാര്യം. അതൊക്കെ ഓരോ കാര്യത്തിലും സമാധാനക്കേട്. എന്നങ്ങൾ ലോകത്തുനിന്ന് വരെ, ഇത് വയലു പറഞ്ഞാൽ മനസ്സിലാവില്ല, അതുകൊണ്ട് എങ്ങനെ പറയണത്, ലോകത്തുനിന്ന് വരെ ഭാര്യയെ പറ്റി പരിഭവം പറഞ്ഞ, ഭർത്താവിനെ പറ്റി പരിഭവം പറഞ്ഞ, സുഹൃത്തിനെ പറ്റി പരിഭവം പറഞ്ഞ, നാടിനെ പറ്റി പരിഭവം പറഞ്ഞ, ഏത് സംവിധാനങ്ങളെ പറ്റിയും പരിഭവം പറഞ്ഞവരുണ്ടാകും. പക്ഷെ ഇന്ന് വരെ പെറ്റമ്മനെ വരെ പലപ്പോൾ പരിഭവം പറഞ്ഞവരുണ്ടാവും. എന്നാലും എൻ്റെ അമ്മ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു. എന്നാൽ ഇന്ന് വരെ അള്ളാഹുവിനെ പറ്റി പരിഭവം പറഞ്ഞ, എന്തിനാ പഠിച്ചോൻ അങ്ങനെ ചെയ്ത് എന്ന് ആലോചിക്കുന്നൊരവസ്ഥ ഉണ്ടാവോ? ആലോചിക്കുക. അള്ളാഹിനെ പറ്റി പരിഭവം പറയുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലല്ലോ. ജീവിതത്തിൽ പടച്ചോനെ പറ്റി പരിഭവം പറയുന്ന അവസ്ഥ വെച്ചിട്ടുണ്ടാവോ? ഭാര്യനെ പറ്റി മക്കളെ പറ്റി ഒക്കെ പറയാം. ഓലാ പറഞ്ഞ് ശരിയായില്ല, ഈ ചെയ്ത് ശരിയായില്ല, എന്തായാലും ആ സുഹൃത്തെ ശരിയായില്ല, കഴിഞ്ഞ ആഴ്ച തരേണ്ട പൈസ ഈ ആഴ്ചയും കാണാനല്ല, അവനെ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അങ്ങനെയുണ്ട് ചില ആൾക്കാർ. പൈസ കൊടുത്താൽ പിന്നെ യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല. എഴുതി വെക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതൊക്കെ നമ്മൾ പാലിച്ചില്ല, അത് വേറെ വിഷയം. പലരെ പറ്റി നമുക്ക്, പക്ഷെ അള്ളാഹിനെ പറ്റി നമ്മൾ പറയോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെ പോയാലും ആറ്റിക്കുറുക്കി വന്നാലും അവസാനം പടച്ചോനെ, അല്ലാഹുവേ, റബ്ബേ, റഹ്മാനെ, ഗഫൂറായ, റഹീമായ, ജബ്ബാറായ, മാലിക്കുൽ മുലൂക്കായ സുബ്ഹാന ജല്ല ജലാലു, അവസാനം ആറ്റിക്കുറുക്കി എത്തുന്നത് അല്ലാഹുവില. അവിടെ സമാധാനം നിലനിൽക്കുന്നു. അല്ലാഹു അക്ബർ. ആ അല്ലാഹുവിനെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രം സമാധാനം നിലനിൽക്കുന്നു. ആ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന വഴികൾ അല്ലാഹു പഠിപ്പിക്കുകയാ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കുകയാ. ആ ഓർമ്മയുടെ വിഷയങ്ങൾ അള്ളാഹുവും അവന്റെ ഹബീബായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചതിനെ ഫോളോ ചെയ്യുന്നിടത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂടി കടന്നു വരികയാ. അടിസ്ഥാനപരമായി ആരാണ് സമാധാനം എന്ന് ചോദിച്ചാൽ, നിസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളും പറയണ ഒരു വാക്കുണ്ടെന്നറിയോ? ആരാ സമാധാനം? അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹുമ്മ അൻതസ്സലാം. എന്തൊരു വാചകം ആലോചിച്ച് നോക്കി നിങ്ങൾ. അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, നീയാണ് സമാധാനം. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. വേറെ ഏതെങ്കിലും മാർഗങ്ങളിൽ അത് കടന്നു വരൂല. അതിനുവേണ്ടി അന്വേഷിക്കുന്ന മാർഗങ്ങളിൽ ഒരിടത്തും അത് ലഭിക്കൂല. ശാശ്വതമായ സമാധാനത്തിന്റെ കേന്ദ്രം നീയാണ്, അഭയം നീയാണ്, ആശ്വാസം നീയാണ്, സ്വസ്ഥത നിന്നിൽ നിന്നാണ്. ഏതൊരർത്ഥത്തിലും മനസ്സിന്റെ പ്രയാസങ്ങള്, വിഷമതകള് പരിഹരിക്കുന്നവൻ നീയാണ്. അല്ലാഹുമ്മ അൻതസ്സലാം. എന്തൊരു ഹൃദ്യമായ വാചകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ പുറകെ ഒരു ദിക്റായി നമുക്ക് പഠിപ്പിച്ചെന്ന ആ പ്രാർത്ഥനയിലുള്ളത്. അല്ലാഹുവേ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നേ പറ്റും. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിലുള്ള സ്മരണ, പടച്ച റബ്ബിലുള്ള ഓർമ്മ, അള്ളാഹുവിനെ പറ്റിയുള്ള നിതാന്തമായ ബോധം, ജാഗ്രത, അതുമാത്രമാണ് സമാധാനം. വേറൊരു സമാധാനത്തിന്റെ വഴിയും ലോകത്തില്ല. അങ്ങനെ അള്ളാഹുവിനെ മാത്രം ആലോചിച്ച് ജീവിച്ചവനോ ഭയമോ ആശയക്കുഴപ്പമോ അസ്വസ്ഥതകളോ ഉണ്ടാവില്ല. റബ്ബിൽ അഭയം തേടി ജീവിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകൂല. അവരെപ്പോഴും ശാന്തരും വേവലാതിയില്ലാത്തവരും സംതൃപ്തരും നിർഭയത്വവും സമാധാനവും ഉണ്ടാകും അവർക്ക് എന്ന് കൃത്യമായി ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുകയാ. പ്രമുഖനായ സ്വഹാബിയ അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു. അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റണമെന്ന വിധിയുണ്ടായി. കാലങ്ങ് മുറിച്ചു മാറ്റി. കാല് മുറിച്ചു മാറ്റുമ്പോ വിശുദ്ധന്മാര്, അന്നത്തെ വൈദ്യന്മാര് അദ്ദേഹത്തോട് പറഞ്ഞുപോയി, ഞങ്ങൾ നിങ്ങളെ വേദന അറിയാതെ കാല് മുറിക്കാനുള്ള മെഡിസിൻ നിങ്ങൾക്ക് തരാൻ പോവുകയാ. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? വേണ്ട,
എനിക്ക് എൻ്റെ റബ്ബിലുള്ള സ്മരണ മദീന. എന്നിട്ട് അവര് പച്ചയായി അദ്ദേഹത്തിന്റെ കാല് മുറിച്ചെടുത്തു. അൽഹംദുലില്ലാ. അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. 2 കാലെനിക്ക് തന്ന റബ്ബ് അതിലെന്റെ ഒരു കാലങ്ങ് തിരിച്ചെടുത്തു. അൽഹംദുലില്ലാ. അതങ്ങോട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴോ അദ്ദേഹത്തിന്റെ 6 മക്കളിൽ ഒരു മകനതാ മരണപ്പെട്ടു എന്ന വാർത്ത. അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാ, എനിക്ക് റബ്ബ് 6 മക്കളെ തന്നു. ആ 6 മക്കളിൽ 5 എണ്ണത്തെ നിലനിർത്തിയിട്ട് പടച്ച റബ്ബ് എനിക്ക് തന്നതിനെ 1 റബ്ബ് അങ്ങോട്ട് തിരിച്ചെടുത്തു. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ അൻതസ്സലാം. നിങ്ങൾ ആലോചിച്ച് നോക്കി, നെഞ്ചത്ത് കൈയടിച്ചിട്ട് അമർത്തി വെച്ചിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞില്ല, വേവലാതിപ്പെട്ടില്ല. അല്ലാഹുവേ, 5 നേരം നിസ്കരിക്കുന്ന എനിക്ക് മാത്രം എന്തിനിങ്ങനെ ഒരു ദുർഗതി എന്ന് പൊതുവേ നമ്മൾ മുസ്ലിങ്ങളിൽ ചിലർ പറയുന്നത് പോലെ പറഞ്ഞില്ല. കാരണം എന്താ? റബ്ബാണ് സമാധാനം, അല്ലാഹുവാണ് സമാധാനം, അല്ലാഹുവിൽ നിന്നാണ് സമാധാനം എന്നത് ജീവിതത്തിന്റെ മേഖലകളിൽ ഉൾക്കൊണ്ടുപോയവരാണ് അവർ. നമ്മൾ ചില ചരിത്രം പഠിച്ചിട്ടില്ലേ? ചില സ്വഹാബത്തിനെ പറ്റി പഠിച്ചിട്ടില്ലേ? അസ്ത്രം കാലിൽ തറച്ചുപോയ സ്വഹാബിയെ പറ്റി പഠിച്ചിട്ടില്ലേ? ഹദീഥ ചരിത്രം സഹീഹാണെന്ന വിശ്വാസത്തോടു കൂടി തന്നെ പറയട്ടെ, ആ അസ്ത്രം ധരിച്ചതിനെ ഊരിയെടുക്കാനുള്ള പരിശ്രമത്തിൽ സ്വാഭാവികമായി അദ്ദേഹം പറഞ്ഞു പോയൊരു വാചകത്തെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഞാൻ അള്ളാന്റെ മുന്നിൽ അങ്ങ് സുജൂദിൽ വീഴുമ്പോ, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുമ്പോ, നിങ്ങൾ എന്റെ കാലിൽ തറച്ചുപോയ അസ്ത്രത്തെ വലിച്ചെടുക്കണേ. കാരണം എന്താ? റബ്ബിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ഒന്നിനെ പറ്റി യാതൊരു വേജാറുമില്ല, ഒരു വേവലാതി ഇല്ല. എന്റെ കാലൊരു മുറിയായ പോലും ഞാൻ അറിയില്ല, അസ്ത്രം വലിച്ചെടുത്താൽ പോലും ഞാൻ അറിയില്ല. കാരണം എന്താ? അല്ലാഹുമ്മ അൻതസ്സലാം. വളരെ കൃത്യമാണ്. പടച്ച റബ്ബാണ് സമാധാനം. ഞാൻ തുറന്നു ചോദിക്കട്ടെ വിശ്വാസികളെ, മുസ്ലിം സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇങ്ങടെ മനസ്സിൽ ഇത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര കാലമായി സക്കാത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര കാലമായി നോമ്പ് വെൽക്കാൻ തുടങ്ങിയിട്ട്, ഇത്ര കാലമായി നമ്മൾ ഉംറ ഹജ്ജൊക്കെ ചെയ്തു തുടങ്ങിയിട്ട്, ഇത്ര കാലമായി ദിക്റും ദുആയൊക്കെ നടത്തി തുടങ്ങിയിട്ട്, ഈ നിമിഷം വരെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഏതെങ്കിലും ഒന്നിന്റെ വിഷയത്തിൽ നമുക്ക് ഇത്തരം ഒരു മാനസികാവസ്ഥ കടന്നു വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ സംഘടനയുടെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ്, ഗ്രൂപ്പിസത്തിന്റെ പേര് പറഞ്ഞിട്ട് പരസ്പരം ആദർശ വിശദീകരണം എന്ന പേരിലൊക്കെ ഉള്ള ഉമ്മാക്കികൾ കാട്ടിയിട്ട് ആരെ പറ്റിക്കാനാ? അടിസ്ഥാനപരമായി എന്റെ റബ്ബെനിക്ക് സമാധാനമാണ് എന്ന ബോധം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആ റബ്ബിനോട് എനിക്ക് എന്ത് ബന്ധമാ കൂട്ടരെ? അള്ളാഹുവോട് എന്ത് ബന്ധമാ? പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ആ ബന്ധം നിലനിർത്താനും അത് മുറുകെയാകാനും ഈമാൻ വർദ്ധിപ്പിക്കാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ, തൗഫീഖ്. ഒരു പഠനം എന്ന നിലയിലും ഒരു തസ്കിയത്ത് എന്ന നിലയിലും സുഹദുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രം. അള്ളാഹുവിൽ ഓർമ്മയുമായി ജീവിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും വേവലാതിയില്ലാത്തവരും ശാന്തരും സംതൃപ്തരുമായിരിക്കും. അവർക്ക് ലഭിച്ചതിനെപ്പറ്റി അവരല്ലാഹുവിനെ മറക്കുകയോ അവർക്ക് നഷ്ടപ്പെട്ടതിൽ അവരല്ലാഹുവിനെ പഴിക്കുകയോ ചെയ്യില്ല. എപ്പോഴും ഒരു മിതമായ മധ്യമമായ ഒരു സ്വഭാവം. നമ്മൾ അത്തരം ഒരു വിഭാഗത്തെ പരിശോധിക്കുമ്പോൾ അതിൽ ഒന്നാമത് പരിശോധിക്കുന്നത് പ്രവാചകന്മാരാണ്, അലൈഹിമുസ്സലാം കുല്ലുഹും അജ്മഈൻ. രണ്ടാമത്തത് അത്തരം ഒരു വിഭാഗത്തെ നമ്മൾ പഠിക്കുന്നത് എവിടുന്ന? ഓരോ നബിമാരുടെയും അനുചരന്മാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് സ്വഹാബത്ത്. ഈ സ്വഹാബത്തുമായി ബന്ധപ്പെട്ട ജീവിതത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നു. ഇത് ജീവിതത്തിലെ പ്രയാസങ്ങളിൽ, വിഷമതകളിൽ, പ്രതിസന്ധികളിൽ അവരെ എല്ലാ അർത്ഥത്തിലും അഭയം തേടിയത് അല്ലാഹുവില. ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പടച്ച റബ്ബിനപ്പുറം വേറൊന്നിനെ പറ്റി അവർ ആലോചനയില്ല. ഏത് കാര്യം അള്ളാഹുവുമായി ബന്ധപ്പെടുത്തിയ പടച്ച റബ്ബിൽ സമർപ്പിച്ച ഒക്കെ നമ്മൾ മുന്നേ ഒരു കഷ്ടി ഈ മാസത്തിന്റെ തുടക്കത്തിൽ 1-2 ആഴ്ച മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിം നബിയെ പറ്റി പഠിച്ചപ്പോൾ
നബിമാരൊക്കെ പറ്റി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, സ്വഹാബത്തിനെ പറ്റി പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ജീവിതം അള്ളാഹ്ക്ക് സമർപ്പിച്ചവർ, സമാധാനത്തിന് വേറെ വഴിയില്ല. അള്ളാഹുവുമായി ബന്ധപ്പെട്ട ലോകത്ത് റബ്ബിനെ ഓർത്ത് ജീവിക്കുന്നവർ, കച്ചവടത്തിൽ, കൃഷിയിൽ, ഇടപെടലുകളിൽ, വസ്ത്രം ധരിക്കുന്നിടത്ത്, വെള്ളം കുടിക്കുന്നിടത്ത്, ഇണയോട് ബന്ധപ്പെടുന്നിടത്ത്, കല്യാണം കഴിക്കുന്നിടത്ത്, കഴിപ്പിക്കുന്നിടത്ത്, സമൂഹത്തിൽ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നിടത്ത്, എന്തിനേറെ വസ്ത്രം ധരിക്കുന്നിടത്ത് പോലും അള്ളാഹുവിന്റെ നബി തിരുമേനി പഠിപ്പിച്ചുപോയി അള്ളാഹുവിനെ ഓർമ്മിക്കാൻ. റബ്ബിനിഷ്ടപ്പെടാത്തൊരു ജീവിതത്തിന്റെ മേഖല നമുക്കുണ്ടായിക്കൂടാ. വളരെ കൃത്യമാണത്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു ജീവിത മേഖല അടിയാറുകളെ നമുക്കുണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്നത് പോലെ, നോമ്പിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നത് പോലെ, ഇബാദത്തിൽ നമ്മൾ എണ്ണിപ്പോയ പലതിന്റെ വിഷയത്തിലും ജാഗ്രത കാണിക്കുന്നത് പോലെ, സാമ്പത്തിക മേഖലയിലും നമ്മൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. പലിശ നമ്മുടെ സാമ്പത്തിക രംഗത്ത് തൊട്ടുകൂടാ. തുറന്നു പറയാണ്, പലിശ. സ്ത്രീകളിൽ പലരും അറിഞ്ഞോ അറിയാതെ ഈ പലിശയുമായി ബന്ധപ്പെടുന്നവര്, നമ്മളിൽ പലരും അറിഞ്ഞോ അറിയാതെ പലിശയും ബന്ധപ്പെടുന്നവര്. ഞങ്ങൾക്ക് ഒരു സാമ്പിൾ മാത്രം പറഞ്ഞുതരാം. നമ്മുടെയൊക്കെ വീട്ടിൽ കറണ്ട് ബില്ലുണ്ട്, അടക്കേണ്ടി വരും. ഇപ്പൊ പുതിയ നിയമമൊക്കെ വന്നിട്ട് മനുഷ്യനെ പേടിപ്പിക്കണം നിയമങ്ങളൊക്കെ. അവിടെ അല്ലെങ്കിൽ പിന്നെ അത് അങ്ങനെയാണെന്നുള്ള ചോദ്യം ചെയ്യലൊക്കെയാണ്. ഇപ്പോ എന്താ കാട്ടുക, 2 ദിവസം ആസ്പത്രി കിടന്ന് എന്ത് ചെയ്യുക, അതൊന്നും അവിടെ അർത്ഥമല്ല. ഇരിക്കട്ടെ, അങ്ങനെ നമ്മളെ വീട്ടിൽ കറണ്ട് ബില്ല് കൊണ്ടുവന്ന് നമുക്ക് സമയം ഉണ്ടായില്ല, സാരല്ല സമയം ഉണ്ടല്ലോ, ഡേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളങ്ങനെ നീട്ടിയിട്ട് നമ്മളിങ്ങനെ വായിച്ചു നോക്കുമ്പോണ്ട് പിഴ കൂടാതെ അടക്കേണ്ട തീയതി, പിന്നെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ട തീയതി എന്നൊരു 2 തീയതി ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചുകൊണ്ട് ഞാൻ ഇപ്പം അടുത്ത് ഞെട്ടിയത്. ഇതുവരെ ഞാനും ശ്രദ്ധിച്ചിട്ടില്ല. അത് ശ്രദ്ധിച്ചോണ്ടായി പറയണത്. ഞാനുങ്ങളും നിത്യജീവിതത്തിൽ പലിശയുമായി ബന്ധപ്പെടുന്നു എന്ന് പറയാനാണ് ഈ പറഞ്ഞത്. അതിന്റെ ആ പേജിന്റെ മറുവശത്ത് ഇങ്ങനെ ബില്ലടക്കാൻ പോയിട്ട് കുറച്ചേരം ഇങ്ങനെ ക്യൂ നിന്നപ്പോഴാണ് വെറുതെ വായിച്ചു നോക്കണം. 1, 2, 3, 4, 5, 6, 7 തോന്നുന്നു എന്റെ ഓർമ്മ ശരിയായി വായിച്ചത്. ഈ പിഴ എന്ന് പറയുന്നത് അവസാനം എഴുതുന്നത് പലിശയാണ്. ഇന്ന് അടക്കേണ്ട കറണ്ട് ബില്ല്, സോറി ഇന്ന് ഞായറാഴ്ച, നാളെ അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റിലെ കറണ്ട് ബില്ല് നമ്മൾ അടച്ചില്ല. എന്ത് ചെയ്തു, സാറില്ല, 5 റുപ്യല്ലേ അധികം കൊടുക്കണ്ടുള്ളൂ. ഈ 5 റുപ്യയെ പറ്റി അള്ളാന്റെ ദീന് പഠിപ്പിക്കണം. എന്തറിയോ, ഈ കറണ്ട് ബില്ല് അടക്കുന്നിടത്ത് ഇവര് പറയണ എന്തറിയോ, പലിശയാണ്. അള്ളാന്റെ ദീൻ എന്താ പഠിപ്പിക്കണം അറിയോ, ഉമ്മനെ വ്യഭിചരിക്കണിന്റെ സമ്മാനാണ്. 5 റുപ്യുള്ളൂ അധികം കൊടുക്കേണ്ടത്. നമ്മളെന്താ പറയാ, സാരല്ല അത് നമുക്ക് അടക്കാന്ന്, ഇനിയിപ്പോ 2 ദിവസം വൈകിയാലും തിരക്കടില്ല. ഈ വൈകിയാ തിരക്കടില്ല എന്ന് പറയുന്ന ആ സംഖ്യയെ ഇലക്ട്രിസിറ്റി വകുപ്പ് പറയും ഇത് പലിശയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മേഖലയില്, സമ്പത്തുമായി ബന്ധപ്പെട്ട മേഖലയില് പടച്ച റബ്ബിനെ മറന്നുപോയ മേഖലയല്ലേ ഇതൊക്കെ. കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങുന്ന ആൾക്കാർ കാണാം, ഓരോ ദിവസം വരും 200 റുപ്യ കൊടുക്കും, 200 റുപ്യ കൊടുക്കും. അപ്പൊ ഒരു ഫത്തൂറ തരും, ഒരു കുറിപ്പുണ്ടാവും. എന്താ സാധനം, വാങ്ങിച്ച 10,000-ന് ദിവസം വന്ന് വാങ്ങണ സാധനമാണ് പലിശ. എത്രയാ, ഞാൻ ആ ലോകത്തേക്ക് പൂർണ്ണമായി കടന്നു പോകില്ല. സ്വർണം പഴയത് കൊണ്ടുപോയിട്ട് നമ്മൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കും, മാറ്റത്തിന് സ്വർണം. എന്നിട്ടോ പഴയത് കൊടുത്താൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് യദംബി യദിൻ മിഥിലംബി മിഥിൽ എന്നൊരു നിയമം പഠിപ്പിക്കണം ഇസ്ലാം. ആ നിലക്ക് സ്വർണം പഴയത് കൊടുത്താലും പുതിയത് കൊടുത്താലും തുല്യ വില കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ പേരാണ് പലിശ. ഇങ്ങനൊക്കെ നോക്കിയാലേ നിങ്ങള് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കേണ്ടി വരും. ഇവിടെ ഒന്നും ഇപ്പൊ നടക്കൂല എന്ന് പറയുന്നുണ്ടോ എങ്കിലത് കുഫറാണ്. ഇസ്ലാമിന്റെ നിയമത്തെ പരിഹസിക്കുന്നോ അത് കുഫറാണ്. ഇത് പഠിച്ചിട്ടില്ല, നമ്മൾ പഠിക്കാറുണ്ട്. ജാഹിലിയത്തിലെ പലിശ എന്താന്ന് പഠിച്ചാല് ഇന്ന് ജാഹിലിയത്തിലെ പലിശക്ക് ഒന്നുണ്ട്. ചില ആൾക്കാർ മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ പലിശ അത് അന്നത്തെ പലിശനെ പറ്റി, എപ്പത്തെ പലിശനെ പറ്റിയൊന്നല്ല. അന്നത്തെ പലിശ 5, 6 ഇനൊന്നും ഉണ്ട്. അതുപോലെ തന്നെ എണ്ണങ്ങോട്ട് പറഞ്ഞ് ഒരുപാട് പറയണ്ട. അതുകൊണ്ട് ഞാൻ അതൊക്കെ തുറങ്ങി ഇങ്ങനെ പറഞ്ഞത് നോക്കി. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഹറാമുമായി, സാമ്പത്തിക രംഗത്തെ ഹറാമുമായി ബന്ധപ്പെടുന്നു, പലിശയുമായി. അള്ളാഹനെ മറക്കണ വിഷയത്തിൽ. വണ്ടി വാങ്ങുന്നവർ എന്താ, വണ്ടി നമുക്ക് ആവശ്യമുണ്ട്, വീട്ടിൽ കാറ് വേണോ, എത്ര കൊടുക്കേണ്ടത്, തൽക്കാലം എത്ര അടച്ചാൽ മതി, ബാക്കി പിന്നെ എങ്ങനെ അടച്ചു വിട്ടിയാൽ മതി. തവണ വ്യവസ്ഥയിൽ അടക്കുമ്പോൾ ഒക്കെ നമുക്ക് അറിയില്ലേ പലിശയാണെന്നുള്ളത്. എന്തെല്ലാം രീതിയിൽ പലിശ വരുന്നവർ ജീവിതവുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിനെ മറക്കുന്നു. ആ വാഹനത്തില് നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലിട്ട് എന്താ കാര്യം കൂട്ടരെ,
അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത സമ്പത്തിൽ വാങ്ങിയ വണ്ടിയിൽ കുത്തിരുന്നിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ അല്ലാഹുമ്മ അൻത സ്വാഹിബു ഫിസ് സഫർ. ആ വണ്ടി കുത്തിരുന്നിട്ട് പറയാ, ഏത് പലിശോണ്ട് വാങ്ങിയ വണ്ടി കുത്തിരുന്നിട്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇശാ ജമാഅത്തിന് വേണ്ടി നിർത്താണ്. കാരണം നമസ്കാരം അത്ര നിർബന്ധമാണ്. നിസ്കരിക്കാത്തവൻ ഇസ്ലാമിന്റെ ഭാഷയിൽ കാഫിറാണ്. സുബീക്ക് പള്ളി പോകാത്തവനെ പറ്റി അള്ളാഹിന്റെ നബി പറഞ്ഞു മുനാഫിക്കിന്റെ ലക്ഷണമാണ്.